ഒരേ വാഹനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന കാർ പൂളിംഗ് സംവിധാനം പരിഗണിക്കണമെന്ന് യാത്രക്കാരോട് മസ്കത്ത് മുനിസിപ്പാലിറ്റി. ഗതാഗതക്കുരുക്ക്, പരിസ്ഥിതി മലിനീകരണം എന്നിവ കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് മുനിസിപ്പാലിറ്റി അറിയിക്കുന്നു. ഒരേ വാഹനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന കാർ പൂളിംഗ് സംവിധാനം പരിഗണിക്കണമെന്ന് യാത്രക്കാരോട് ആവശ്യപ്പെടുകയാണ് മസ്കത്ത് മുനിസിപ്പാലിറ്റി. ഈ തരത്തിലുള്ള ഗതാഗതം തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കിടയിൽ ഐക്യദാർഢ്യവും ആശയവിനിമയവും വർദ്ധിക്കുമെന്നും മുനിസിപ്പാലിറ്റി പറയുന്നു. മസ്കത്തിൽ കാർ പൂളിംഗ് അത്ര പ്രചാരണം നേടിയിട്ടില്ല. എന്നാൽ ഷെയർ ടാക്സികൾ എന്ന ആശയം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാസികളെ ആകർഷിച്ചിരുന്നു. കുറഞ്ഞ ശമ്പളമുള്ള പ്രവാസികൾ ഓഫീസുകളിലേക്കും വീടുകളിലേക്കും ദിനേന യാത്ര ചെയ്യാൻ ഇത്തരം ഷെയർ ടാക്സികളെയാണ് ആശ്രയിക്കുന്നത്. ഒരു വാഹനം രണ്ടിൽ കൂടുതൽ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നത് നിരത്തുകളിൽ അധിക വാഹനം വരുന്നത് കുറയ്ക്കുകയും വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കാർബൺ ബഹിർഗമനത്തിനും കുറവ് വരുത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം സുൽത്താനേറ്റിൽ പൊതുഗതാഗതത്തിന് സ്വീകാര്യത വർദ്ധിക്കുന്നുണ്ട്. 2024 12,000 പ്രതിദിന യാത്രക്കാരെന്ന നിരക്കിൽ മുവാസലാത്ത് 4.7 ദശലക്ഷത്തിലധികം യാത്രക്കാരെയാണ് വഹിച്ചത്. ഫെറികൾ 671 പ്രതിദിന യാത്രക്കാരെന്ന നിരക്കിൽ 2,44,862 യാത്രക്കാരെയും 60,000 വാഹനങ്ങളെയും കൊണ്ടുപോയിട്ടുണ്ട്. മീഡിയ 1, മസ്കത്ത്.